Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സേവ് ചെയ്യണമെന്ന ആഗ്രഹമുള്ള ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു റിലേഷൻഷിപ്പ് സേവ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് നമുക്ക് നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്നതിനെ കുറിച്ചാണ്. അതായത് പലപ്പോഴും ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചില സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും, അതായത് മ്യൂച്വലി ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ തകർച്ചയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു സ്വഭാവം ഉണ്ടായിരിക്കും. ചില ആളുകൾക്ക് അത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാൻ കഴിയാതെ വരാറുമുണ്ട്. പക്ഷെ ആ വ്യക്തിയെ ലീവ് ചെയ്യണം, അതായത് ആ റിലേഷൻഷിപ്പ് ലീവ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റോപ്പ് ചെയ്യണമെന്നോ ആഗ്രഹം ഉണ്ടായിരിക്കില്ല. തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് തന്നെയായിരിക്കും. പക്ഷെ ഈ സ്വഭാവം കാരണം പലപ്പോഴും വഴക്ക് കൂടുകയും അല്ലെങ്കിൽ എപ്പോഴും ഫൈറ്റ് വരാനുള്ള ഒരു കാര്യം നടക്കാറുണ്ട്. സോ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനും ആ റിലേഷൻഷിപ്പ് കുറെ കൂടി ഹെൽത്തിയായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ തീർച്ചയായും ചെയ്തിരിക്കേണ്ട 3 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ഗൈഡൻസ് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ റിലേഷൻഷിപ്പ് പ്രോബ്ലം സോൾവ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും മുകളിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് വാട്സപ്പ് ചെയ്യുക എന്താണ് നിങ്ങളുടെ കേസ് എന്നുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഈ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ നോ കോണ്ടാക്ട് റൂൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് വ്യക്തമായിരിക്കണം. കാരണം ഇതനുസരിച്ചാണ് നിങ്ങൾ എത്ര പീരിയഡ് ആണ് അല്ലെങ്കിൽ എത്ര ദിവസമാണ് അല്ലെങ്കിൽ ആ ഒരു ടൈം പീരിയഡ് ഫിക്സ് ചെയ്യേണ്ടത് ഡിപ്പെൻഡ്സ് ഓൺ യുവർ കേസ്. അതുകൊണ്ട് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ വേണം. ഇനി നിങ്ങളുടെ പീരിയഡ്, അതായത് നോ കോണ്ടാക്ട് റൂൾ എത്ര ദിവസമാണ് നിങ്ങൾ ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ആ നോ കോണ്ടാക്ട് റൂള് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ വ്യക്തിയെ ചേസ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടെങ്കിൽ അത് നിർത്തണം. അതായത് നിങ്ങൾ കംപ്ലീറ്റ്ലി നോ കോണ്ടാക്ട് റൂൾ ആണോ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതൊരു പാർഷ്യലി ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അവരെ മീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് കാണേണ്ട ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു കേസിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് എന്നുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് ഷോർട്ടായിട്ട് മറുപടി കൊടുക്കേണ്ട സാഹചര്യങ്ങൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു നോ കോണ്ടാക്ട് പീരിയഡ് അല്ലെങ്കിൽ നോ കോണ്ടാക്ട് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ധാരണയുണ്ടായിരിക്കണം. അതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ ആ ഒരു നോ കോണ്ടാക്ട് റൂള് അപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിനനുസരിച്ച് ഈ ഒരു ഫസ്റ്റ് ഫേസിൽ ബിഹേവ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം, ഏതൊരു കാര്യവും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നോ കോണ്ടാക്ട് റൂള് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക. അതായത് കംപ്ലീറ്റ്ലി നോ കോണ്ടാക്ട് ആണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പോയിട്ട് അവരെന്ത് അപ്ഡേഷൻ ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, അവർക്ക് എന്ത് ഫീലിങ്സ് ആണുള്ളത്, അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ നിൽക്കാതെ നിങ്ങളുടെ ലൈഫിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ആ ഒരു ടൈം യൂസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിലേക്ക് ടൈമും നിങ്ങളുടെ എനർജിയും ഇൻവെസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ഗ്രോത്ത് വളരെയധികം കെയർ ചെയ്യേണ്ട ഒരു ടൈം കൂടിയാണ്. കാരണം നിങ്ങൾ അവരെ കൂടുതലായിട്ട് ചേസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളോടുള്ള അട്രാക്ഷൻ കുറയുകയാണ് സംഭവിക്കുക. നേരെ മറിച്ച് നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ സ്പേസ് നിങ്ങൾ വ്യക്തമായി ഉപയോഗിക്കുകയും നിങ്ങളുടെ ലൈഫിൽ ചെറിയൊരു ഗ്രോത്ത് ആണെങ്കിൽ പോലും അത് പ്രൊജക്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങളോടുള്ള മതിപ്പും നിങ്ങളോടുള്ള റെസ്പെക്റ്റും നിങ്ങൾ ആ ഒരു ടൈമിനെ വളരെ എഫക്റ്റീവായി യൂസ് ചെയ്തു എന്നുള്ളതാണ് പുറത്തേക്ക് പോകുന്ന ഒരു മെസ്സേജ്. അതുകൊണ്ട് തന്നെ ആ ഒരു നോ കോണ്ടാക്ട് റൂളില് ആ ഒരു പീരിയഡിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഡൗൺ ആവാതെ, മെന്റലി ഡൗൺ ആവാതെ അല്ലെങ്കിൽ ആ ഒരു ടൈം വെറുതെ വേസ്റ്റ് ചെയ്യാതെ അത് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു പക്ഷെ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ ഒക്കെ അറിയുമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് റിലേഷൻഷിപ്പ് എങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ അല്ലേ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയോ, അങ്ങനെയൊക്കെ ചോദിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇങ്ങനെയുള്ള സ്റ്റേജിൽ പലപ്പോഴും ചില ആളുകൾ അവർ ആ ഒരു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫീലിങ്സിനനുസരിച്ചായിരിക്കും മറുപടി കൊടുക്കുക. ചിലപ്പോൾ അവരുടെ നെഗറ്റീവ് പോയിന്റുകൾ അല്ലെങ്കിൽ ഒരു കുറ്റം പറയാൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ബ്ലെയിം ചെയ്യുക എന്ന രീതിയിൽ പലപ്പോഴും മറുപടി കൊടുക്കാൻ സാധ്യതയുണ്ട്. സോ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി
ഒഴിവാക്കുക എന്നുള്ളതാണ്. അവരെ കുറിച്ച് പോസിറ്റീവായിട്ട് മാത്രം സംസാരിക്കുക, ഒരിക്കലും ബാഡ് മൗത്ത് ചെയ്യരുത്. ഇനി ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഏത് കാര്യം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും അത് നമ്മൾ വളരെയധികം ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ വളരെ നീറ്റായിട്ട് നമുക്കത് ഫിനിഷ് ചെയ്യാൻ കൂടി കഴിയണം. അപ്പോഴാണ് നമുക്ക് അതിനുള്ള റിസൾട്ട് കറക്റ്റ് ആയിട്ട് കിട്ടുക. സോ നിങ്ങൾ നോ കോണ്ടാക്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻഡ് ചെയ്യുകയും വേണം. നിങ്ങൾ ഓൾറെഡി അത് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും, എത്ര ദിവസമാണ് നോ കോണ്ടാക്ട് പീരീഡ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അത് എന്നാണ് നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. സോ നോ കോണ്ടാക്ട് റൂള് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും അവരെ ബ്ലെയിം ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നോ പറ്റിയ മിസ്റ്റേക്കുകളാണ് വീണ്ടും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇപ്പോൾ ആ ഒരു നോ കോണ്ടാക്ട് പീരീഡ് ചെയ്തതിന് റിസൾട്ട് കിട്ടാതെയാവും. നേരെ മറിച്ച് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് വളരെ ഷോർട്ടായിട്ടാണ്, വളരെ എഫക്റ്റീവായിട്ടാണ്, കാര്യം മാത്രം കൺവേ ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല ഫോർഗീവ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി കൂടി ഇവിടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനും ഇവിടെ നിങ്ങൾക്ക് നടത്താവുന്നതാണ്. നേരെ മറിച്ച് എല്ലാം നെഗറ്റീവായ രീതിയിലും വീണ്ടും ഒരു ബ്ലെയിമിംഗ് സ്റ്റേജിലേക്കുമാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇപ്പോൾ ചെയ്ത ആ ഒരു നോ കോണ്ടാക്റ്റിന് റിസൾട്ട് കിട്ടാതെ വരും, ബ്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ. സോ വളരെ എഫക്റ്റീവായിട്ട് വളരെ ക്ലിയർ ആയിട്ട് മെസ്സേജസ് കൺവേ ചെയ്യാൻ ഈ ഒരു സ്റ്റേജിൽ ശ്രദ്ധിക്കുക. സോ തേർഡ് വൺ, കറക്റ്റായി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല ആ റിലേഷൻഷിപ്പ് വളരെ ഹെൽത്തി ആയിട്ട് റീസ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ നോ കോണ്ടാക്ട് റൂൾ പീരിയഡിൽ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയാണത് കറക്റ്റായിട്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് സേവ് ചെയ്യണം അല്ലെങ്കിൽ ഒരു സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് സേവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്